ജോയേൽ 3-ാം ജനതകളുടെ മേൽ വിധി. ആ നാളുകളിൽ ഞാൻ യൂദായുടെയും ജെറുസലേമിൻ്റെയും ഭാഗധേയം നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോഷാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വച്ച് വധിക്കും. എന്തെന്നാൽ അവർ എൻ്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എൻ്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു. എൻ്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു. ഒരു വേശ്യയ്ക്കു വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു. ടൈർ, സീദോൻ, സകല ഫിലിസ്ത്യ പ്രദേശങ്ങളെ, നിങ്ങൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം? എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും. എന്തെന്നാൽ നിങ്ങൾ എൻ്റെ വെള്ളിയും സ്വർണവും അനർഘനിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ യൂദായിലെയും ജെറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റി യവനർക്കു വിറ്റു. നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തുനിന്നു തന്നെ ഞാൻ അവരെ ഇളക്കിവിടുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂദായുടെ സന്തതികൾക്ക് വിൽക്കും. യൂദാ സന്തതികൾ അവരെ വിദൂരത്തുള്ള സബേയർക്ക് വിൽക്കും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ, യുദ്ധത്തിന് ഒരുങ്ങുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ, സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ. നിങ്ങളുടെ കൊഴു വാളായും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ. താൻ ഒരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ. ചുറ്റുമുള്ള സകല ജനതകളെ ഓടി വരുവിൻ, അവിടെ ഒരുമിച്ച് കൂടുവിൻ. കർത്താവെ, അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ. ജനതകൾ ഉണർന്ന് യഹോഷാഫാത്തിൻ്റെ താഴ്വരയിലേക്ക് വരട്ടെ. അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വിധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും. അരിവാൾ എടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു. ഇറങ്ങി ചവിട്ടുവിൻ, മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു. അവരുടെ ദുഷ്ടത അത്രയ്ക്കു വലുതാണ്. വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം. വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചുവയ്ക്കുന്നു. ഇസ്രായേലിന് അനുഗ്രഹം. കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ്, ഇസ്രായേൽ ജനത്തിന് ശക്തിദുർഗം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയും. ജെറുസലേം വിശുദ്ധമായിരിക്കും. അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവീഞ്ഞ് ഇറ്റുവീഴും, കുന്നുകളിൽ നിന്ന് പാലൊഴുകും. യൂദായിലെ അരുവികളിൽ ജലം നിറയും. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിത്തിം താഴ്വരയെ നനയ്ക്കും. യൂദായിലെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തതുകൊണ്ട് ഈജിപ്ത് ശൂന്യമാവുകയും ഏദോം നിർജ്ജന ഭൂമിയാവുകയും ചെയ്യും. എന്നാൽ യൂദായും ജെറുസലേമും തലമുറകളോളം അധിവസിക്കപ്പെടും. അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും. കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല. കർത്താവ് സിയോനിൽ വസിക്കുന്നു. കർത്താവിൻ്റെ വചനം.